നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു നോവോർമകൾ കാണുമല്ലേ? അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഇത് ഇന്ന് ബ്രെഡും മുട്ടക്കറിയും കേട്ടോ എനിക്ക് കഴിക്കാനായിട്ട്. അത് വേറൊന്നുമല്ല, ഞാൻ രാവിലെ അപ്പം ഉണ്ടാക്കി. അപ്പം ഡബിൾ ഹോഴ്സിൻ്റെ അപ്പപ്പൊടിയായിരുന്നു. അപ്പം എല്ലാവർക്കും എടുത്തു കഴിഞ്ഞപ്പോൾ തികയില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിത് ബ്രെഡും മുട്ടക്കറിയാക്കാമെന്ന് വിചാരിച്ചു. ഈ ബ്രെഡും മുട്ടക്കറി എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിൽ എൻ്റെ ഹോസ്റ്റൽ ലൈഫാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പാളയം LMS ഹോസ്റ്റലിൽ നിന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം, അവിടെ സൺഡേസിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നതുകൊണ്ട്, എല്ലാവരും പ്രാർത്ഥനയ്ക്ക് പോകുന്നതുകൊണ്ട് അവിടെ ബ്രെഡും മുട്ടക്കറിയുമാണ് കൊടുക്കുന്നത്. പള്ളിയിൽ പോകുന്നവരായിരിക്കുമല്ലോ കൂടുതലും. അപ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞ ഓർമ്മ എന്ന് പറയുമ്പം ഈ ബ്രെഡും മുട്ടക്കറിയും കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു കുട്ടിയുണ്ട്, സാറ ജോസ് സ്വീഡൻ എന്ന് പറഞ്ഞ് കരുനാഗപ്പള്ളിയിൽ നിന്ന് LLBക്ക് പഠിക്കാൻ ലാ കോളേജിൽ അഡ്മിഷൻ എടുത്ത ഒരു മോളാണ്. അവൾ വന്നിട്ട് ഒരു സ്പെഷ്യൽ ചൈൽഡാണ് കേട്ടോ. സ്പെഷ്യൽ ചൈൽഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും, പ്രത്യേകിച്ച് സൈക്കോളജിയൊക്കെ പഠിച്ചവർക്ക് മനസ്സിലാവും. ഞാൻ സൈക്കോളജി ആയിരുന്നു അതുകൊണ്ട് പറഞ്ഞല്ലോ കേട്ടോ. എന്നാലും പറയുന്നത് സ്പെഷ്യൽ ചൈൽഡ്, ഗിഫ്റ്റഡ് ചൈൽഡ് എന്നൊക്കെ പറയും. അവൾ എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട്. അവൾക്ക് എഴുതാനൊന്നും അറിയത്തില്ല കേട്ടോ. കറക്റ്റ് ABCD ഒക്കെ എഴുതിച്ചപ്പോൾ Z വരെ അവൾക്ക് തികയ്ക്കാൻ പറ്റാത്ത മോളാണ്. പക്ഷെ എങ്ങനെയാണ് അവിടെ അഡ്മിഷൻ കിട്ടിയതെന്ന് അറിയത്തില്ല. അച്ഛൻ അഡ്വക്കേറ്റാണ്. അവളെ കൂടാതെ അവൾക്ക് 3 സഹോദരങ്ങളുണ്ട്. അവൾ LLB ഫൈനൽ ആവുന്നതിന് മുന്നേ അമ്മ ഒരു വട്ടം കൂടി പ്രഗ്നൻ്റ് ആയി. അപ്പോൾ എല്ലാ കഥകളും എന്നോട് വന്ന് പറയുമായിരുന്നു. അപ്പോൾ എല്ലാ സൺഡേസിലും അവിടെ നിന്ന് കൊടുക്കുമ്പോൾ അവൾ വന്നിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മുട്ടയുണ്ടോ? എല്ലാവരോടും ചോദിക്കും. എന്നിട്ട് മുട്ട വേണോ? എന്നിട്ട് വേണ്ടാന്നുള്ളവരെന്നെല്ലാം വാങ്ങിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊടുക്കാൻ നിൽക്കുന്ന ആൻറ്റിക്ക് പോലും പാവം തോന്നിയിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് അവളെ ഓർമ്മ വരും. അപ്പോൾ ഈ എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചാണ്, അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പം ആരൊക്കെ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് താല്പര്യമുള്ളവർ പറയുക. പിന്നെ ആർക്കെങ്കിലും ഈ സാറയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം അറിയാമെങ്കിൽ പറയണം കേട്ടോ. ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ കടന്നു പോകുന്ന ചിലരെ നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നവരായിരിക്കും. ചിലർ നമ്മളെ ഹാർട്ട് ടച്ച് ചെയ്ത് പോകുന്ന ചില ആൾക്കാർ കാണും. എൻ്റെ ഹോസ്റ്റൽ ലൈഫിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്, നല്ലതും ചീത്തയായിട്ടുള്ള ഒത്തിരി. അതിനകത്ത് 1-2 ഇതെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുണ്ട്. അവൾ ഞാൻ മറക്കാത്ത ആളാണ്. ഹോസ്റ്റലിൽ നിന്നല്ല, എന്നാലും അവിടെ ഹോസ്റ്റൽ ലൈഫിൽ എനിക്ക് കിട്ടിയൊരു ഫ്രണ്ടാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എൻ്റെ ലൈഫിൽ. ഒരുപാട് ആൾക്കാർ എന്നെ സ്വാധീനിച്ച് കടന്നുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും ഞാൻ പറഞ്ഞ സാറ ജോസ് സ്വീഡൻ എന്ന് പറഞ്ഞ കുട്ടീനെ അറിയാമെങ്കിൽ, എന്തെങ്കിലും വിവരം അറിയാമെങ്കിൽ പറയണം കേട്ടോ. എക്സാക്റ്റ് പ്ലേസ് കരുനാഗപ്പള്ളിയിൽ നിന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ, കൂടുതൽ ഡീറ്റെയിൽ അറിയത്തില്ല. അവളുടെ നമ്പർ ഉണ്ടായിരുന്നു, എനിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു ഇടയ്ക്ക്. അത് മൊബൈൽ നമ്പറല്ല, ലാൻഡ് ഫോൺ നമ്പറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ടാറ്റ.